ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. ആശാവർക്കർമാർ നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യവുമായാണ് FITU മലപ്പുറം ജില്ലാ കമ്മിറ്റി ഐക്യദാർഢ്യ സംഗമം സംഘടിപ്പിച്ചത്. മലപ്പുറത്ത് നടന്ന ഐക്യദാർഢ്യ സംഗമം FITU സംസ്ഥാന സെക്രട്ടറി തസ്ലിം അമ്പാട് ഉദ്ഘാടനം ചെയ്തു. ലോകത്തെ തന്നെ മുൾമുനയിൽ നിർത്തിയ കോവിഡ്, നിപ വൈറസുകൾ നിറഞ്ഞാടിയ കാലത്ത് മാലാഖമാരെ പോലെ സേവനം ചെയ്ത കേരളത്തിലെ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 26,448 ആശാപ്രവർത്തകരെ LDF സർക്കാർ അപമാനിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇവരെക്കുറിച്ച് എളമരം കരീമടക്കമുള്ള തൊഴിലാളി നേതാക്കൾ പാട്ടപ്പിരിവുകാരെന്നും ആരോ നിയന്ത്രിക്കുന്നവരെന്നും അധിക്ഷേപിക്കുന്നത് തെറ്റായ കീഴ്വഴക്കമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെയാണ് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന വിലവർധനവിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ 7,000 രൂപക്ക് എന്താണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിൽ തന്നെ ഒരു ദിവസം 10 മുതൽ 12 മണിക്കൂറോളം ജോലി ചെയ്യുന്ന ഇവർക്ക് സർക്കാർ കൊടുക്കുന്ന ശമ്പളം എന്ന് പറയുന്നത് 7,000 രൂപയും അതിന് പുറത്ത് അവർക്ക് ചില ടാസ്കുകൾ കൊടുത്തുകൊണ്ട് കൊടുക്കുന്ന 2,500 രൂപയും കൂട്ടിയാൽ ഏറ്റവും വലിയൊരു സംഖ്യ എന്ന് പറയുന്നത് 11,000 രൂപയാണ്. ഇത് മാന്യമായ ഒരു വേതനമാക്കിക്കൊണ്ട് ഒരു 20,000 രൂപയെങ്കിലും കൊടുക്കണം എന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, കഴിഞ്ഞുപോയ കോവിഡ് കാലത്തും അതുപോലെ തന്നെ പ്രളയകാലത്തും ഇപ്പോഴും കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ എടുക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഓരോ തീരുമാനങ്ങൾക്കും ആവശ്യമായ ഡാറ്റ ഉണ്ടാക്കുന്നത് ഈ ആശാവർക്കർമാരാണ്, അല്ലെങ്കിൽ ഈ ഒരു വലിയ സമൂഹമായിട്ടുള്ള ഇവരാണ്. FITU മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ഖാദർ അങ്ങാടിപ്പുറം സമരത്തിൽ അധ്യക്ഷത വഹിച്ചു. ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സൈദാലി വലമ്പൂർ, കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് എടപ്പറ്റ, വഴിയോര കച്ചവട ക്ഷേമ സമിതി ജില്ലാ പ്രസിഡന്റ് MK അലവി, കേരള സ്ക്രാപ്പ് വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അസ്ലം കല്ലടി, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഫസൽ തിരൂർക്കാട്, അബ്ദുറഹ്മാൻ മൂർക്കനാട്, ഇർഫാൻ മലപ്പുറം, റഫാത്ത് തുടങ്ങിയവർ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം.